എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ മസാലയാണ്. അപ്പോൾ നമുക്കിന്ന് കിച്ചൺ ടു സ്റ്റഡിയിൽ ഒരു കപ്പ മസാല ആയാലോ? അപ്പോൾ കപ്പ മസാലയ്ക്ക് എന്തൊക്കെ വേണമെന്നൊന്ന് പറയാം. ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് തേങ്ങാക്കൊത്തുണ്ട്, ഒരു വലിയ മീഡിയം ഒരു സവാള ഉണ്ട്, പിന്നെ ഒരു ചെറിയ തക്കാളി, കുറച്ച് കറിവേപ്പില, ഒരു വലിയ 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്ന പൊടികൾ അപ്പോൾ ചേർക്കുമ്പോൾ പറയാം. പിന്നെ അതാ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മളെ കപ്പ. ഈ കപ്പയെന്ന് ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. തക്കാളി ഒരു ജ്യൂസാക്കി എടുക്കണം. കപ്പയൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കപ്പയൊന്ന് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊന്ന് കഷ്ണാക്കി എടുക്കാം. ഓക്കെ, ഇത് നമ്മുടെ കപ്പയെല്ലാം ഞാൻ ഈ രീതിയിൽ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളിയെല്ലാം അരിഞ്ഞെടുത്തു, തക്കാളി ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ കപ്പയൊന്ന് പിന്നെ എന്താ പറയുക, ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും അത് വേവുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് മസാലയും റെഡിയാക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് സ്റ്റവിലേക്ക് പോകാം. നമ്മൾ കപ്പയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അത് നമുക്ക് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ജീരകമൊക്കെ ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ. അല്പം വലിയ ജീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഗ്രാമ്പൂ, 3 ഗ്രാമ്പൂ, ഒരു ഏലക്ക കേട്ടോ. നമുക്കിതിലേക്ക് അതിട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇളക്കി കൊടുക്കാം. അതിൻ്റെ വെള്ളമൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഫുള്ളിൽ തന്നെ വെച്ചിരിക്കുന്നത്. 1 ടീസ്പൂൺ കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ കപ്പയിൽ ഉപ്പ് ചേർത്ത് വേവിച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ മസാലയിൽ മസാലയ്ക്ക് വേണ്ട ഉപ്പ് ഇട്ടാൽ മതി. പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. സവാള 3/4 ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ തക്കാളി ഉണ്ടല്ലോ, തക്കാളി ജ്യൂസ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കിയ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളിയെല്ലാം വെന്ത് പച്ചമണമൊക്കെ മാറി കണ്ടോ, എണ്ണയെല്ലാം തെളിഞ്ഞു. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ അളവിൽ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഇപ്പം ഞാൻ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി,
ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി, അതൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ, ഒരു അര സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം, 1.5 സ്പൂണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1.5 സ്പൂൺ മീറ്റ് മസാലയാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം, 1 സ്പൂൺ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് തേങ്ങാ കൊത്തുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. നേരത്തെ ഇടേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി. നമ്മൾ ഉള്ളിയുടെ കൂടെ തന്നെ അത് വഴന്ന് വരണ്ടായിരുന്നു. സാരമില്ല, കുറച്ച് സമയം നമുക്കൊന്നത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങ കൊത്തിട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഞാൻ ഇളക്കി കൊടുത്തു. അപ്പോൾ അതൊരുവിധം കുക്കായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്പ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മസാല പിടിക്കുന്ന വരെ നല്ലവണ്ണം ഇളക്കാം. ഇപ്പോൾ നമ്മുടെ മസാല നമ്മുടെ കപ്പയിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ജോലി കഴിഞ്ഞു. നമ്മളിനി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെച്ചാൽ മതി. ഇത് നമ്മുടെ രുചികരമായ കപ്പ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ അല്ലേ, അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാറില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും ബായ്.